ഹായ് ഫ്രണ്ട്സ്, കുംഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്പീഡിനും സ്ട്രെങ്ത്തിനും അതുപോലെ ഫ്ലെക്സിബിലിറ്റി, എൻഡുറൻസ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 കോംബോ മൂവ്മെന്റുകളാണ്. അപ്പൊ ഇതൊരു ട്യൂട്ടോറിയൽ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു മൂവ്മെന്റ് നോക്കാം. അപ്പൊ ആദ്യത്തെ ഒരു മൂവ്മെന്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഷോൾഡറിന്റെ വിക്കലൊന്ന് കാല് ഇതുപോലെ വെച്ചിരിക്കുക, ഹീല് റൈസ് ചെയ്തിട്ട് ടോ മാത്രമാണ് ടച്ച് ചെയ്യുന്നത്, ഹീല് റൈസ് ആയിട്ടായിരിക്കുന്നത് ബാക്കിൽ. ഇന്ന് കൈ ഒന്ന് ഇവിടെ വെക്കുക. ഒരു ഫ്രണ്ട് റോളാണ്. അപ്പൊ ഈ റോള് നമ്മൾ ഇതിനു മുമ്പ് ട്യൂട്ടോറിയൽ ചെയ്യാറുണ്ട് വീഡിയോയിൽ. അപ്പൊ ജസ്റ്റ് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞാനിതിൽ എൻഡ് സ്ക്രീനിൽ ഞാനൊരു വീഡിയോ കൊടുത്തേക്കാം. അപ്പൊ നമുക്കത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കൈകൾ രണ്ടും ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഹെഡ് ഉള്ളിലേക്ക് വിട്ടിട്ട്, ഹെഡ് ടച്ച് ആവുന്നില്ല, ഹെഡ് ഉള്ളിലേക്ക് വിട്ടിട്ട് സീറ്റ് ഉയർത്തിയിട്ടാണ് നമ്മൾ ഈ റോൾ ചെയ്യുന്നത്. ഇപ്പൊ റോൾ ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിൽ തന്നെ വന്നിട്ടാണ് സ്റ്റോപ്പ് ആവുന്നത്. നമ്മുടെ രണ്ട് ലെഗിലും ഒന്ന് ബാലൻസ് ആയിട്ടാണ്. അപ്പൊ അത് ആദ്യം ചെയ്ത് നോക്കാം. കണ്ടാ, നമ്മൾ ആ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു പൊസിഷനിൽ തന്നെയാണ് വരുന്നത്. ഒന്നിട്ട് ചെയ്ത് നോക്കാം. കൈ ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുക, ഇവിടെ ഒന്ന് ഈ ഒരു പൊസിഷനിലാണ് ഫസ്റ്റ് മൂവ്മെന്റ്. ഇനി ഈ ഒരു മൂവ്മെന്റ് തീർന്ന സമയത്ത് ഇവിടെ ഒന്ന് ലാൻഡ് ആയ ആ ഒരു സമയത്ത് തന്നെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ തന്നെ ഒരു ജമ്പ് ചെയ്തിട്ട് ഒരു ടേൺ ചെയ്യാം. ഒന്നിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം റോൾ ചെയ്യാം, ഹൈറ്റില് ജസ്റ്റ് ഒരു റൊട്ടേഷൻ ഫുൾ ആയിട്ടൊന്ന് ജമ്പ് ചെയ്ത് ഇതേ പൊസിഷനിൽ തന്നെ ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഒരു മൂവ്മെന്റ് ആയിട്ട് ഇതൊന്ന് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് മൂവ്മെന്റ് ആയിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം ഇതിന്റെ ഒരു അടുത്തൊരു സ്റ്റേജ് നോക്കാം. നമ്മൾ ഇവിടെ എൻഡ് ചെയ്ത് അടുത്തുനിന്ന് തന്നെയാണ് അടുത്ത സ്റ്റാർട്ട് വരുന്നത്. ഇപ്പൊ നമ്മള് ജമ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ടേണിലാണ് വന്നത്. ഈ ഒരു ടേണിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തൊരു മൂവ്മെന്റ് വന്നത് കൈ ഇതുപോലെ തന്നെ ഫ്രണ്ടിലൊന്ന് ടച്ച് ചെയ്യാം, രണ്ട് ലെഗും ബാക്കിലാക്കി ജസ്റ്റ് ഇതുപോലെ ഒരു ത്രോ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലോറിലോട്ട് ബോഡി ടച്ച് ആവേണ്ട, ജസ്റ്റ് ബോഡി ഒന്ന് ഉയർത്തിയാണ് നിൽക്കുന്നത്. ഫ്ലോറിലേക്ക് ഇതുപോലെ കിടക്കാതെ കാലിന്റെ വിരലും കൈകളും മാത്രം ടച്ച് ചെയ്ത് ഇതുപോലെ നട്ട് ചെയ്തേക്കുക. അപ്പൊ ആ ഒരു മൂവ്മെന്റ് ചെയ്യുക. അതിനുശേഷം കയ്യിലേക്ക് ലോഡ് കൊടുക്കും, കയ്യിലേക്ക് ഫോഴ്സ് കൊടുത്തിട്ട് കാലിനെ അവിടെ നിന്ന് വലിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരിക. ഇടയ്ക്ക് സ്റ്റോപ്പായി പോകാതെ മുന്നിലേക്ക് കൊണ്ടുവരിക. വീണ്ടും നേരെ ബാക്കിലേക്ക് ഇതുപോലെ തന്നെ ലെഗ് ഒന്ന് ടച്ച് ചെയ്യുക. തിരിച്ചു വരുന്ന സമയത്ത് കൈ ഈ ഒരു പോർട്ടിലേക്ക് കുത്തുക. ഇവിടെ നിന്ന് ഇതുപോലെ കിക്കപ്പ് ആയിട്ടാണ് ഉയർന്നു വരുന്നത്. അപ്പൊ നമുക്ക് ആ മൂവ്മെന്റ് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇതുപോലെ കൈകൾ ഇങ്ങനെ മുന്നിലായിട്ട് ലെഗിന്റെ മുന്നിലായിട്ട് കൈകൾ കുത്തുക, കൈയിലേക്ക് ഫോഴ്സ് കൊടുക്കുക, രണ്ട് കാലും ഒരുമിച്ച് ബാക്കിലേക്ക്. അപ്പൊ ബോഡി താഴെ ടച്ച് ആവാതെ ഉയർത്തി നിർത്തുക. ഇനി പോയതുപോലെ തന്നെ നേരെ ആ കാലിനെ തിരിച്ചെടുക്കുന്ന സമയത്ത് കയ്യിലേക്ക് മാക്സിമം ഫോഴ്സ് കൊടുക്കുക, ബോഡി നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്യാം, ശരിക്കും ഫോൾഡായിട്ട് ഒന്ന് ഇരിക്കുക. ഇവിടുന്ന് അടുത്ത മൂവ്മെന്റിൽ ഇതുപോലെ മുന്നിലേക്ക് വരിക. അപ്പൊ ഈ ഒരു മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് ഉണ്ടാ ഇത് ഇവിടുന്ന് ഇതിന്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് കൈ ഇവിടെ ഇരിക്കുമ്പോ കൈ ഇങ്ങനെ കുത്തി വെക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങോട്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാവുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാവുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ കൈ ജസ്റ്റ് കാല് ഇതുപോലെ തന്നെ വെക്കുക, കൈ രണ്ടും ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ബോഡി ഡൗൺ ചെയ്യുക, ഇതുപോലെ തന്നെ അപ്പ് ചെയ്യുക. അപ്പ് ചെയ്യുന്ന സമയത്ത് നീ ശരിയാക്കുക, മുട്ടുകാല് ശരിയാക്കി വെക്കുക, വീണ്ടും കാലേക്ക്. ഈ ഒരു മൂവ്മെന്റ് കുറച്ച് തവണ ചെയ്യുക. അപ്പൊ ഈ ഒരു ഫോൾഡിങ്ങിന്റെ ഒരു ആക്ഷൻ കുറച്ചുകൂടി ഈസി ആവും. അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് തന്നെ ആ ഒരു മൂവ്മെന്റ് ഇടും. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് ഇവിടെ ടച്ച് ചെയ്യുന്നു, ഇവിടെ നിന്ന് ബോഡി ഫുള്ളായിട്ട് ബാക്കിലേക്ക് വരുന്നു. ഇനി അവിടെ വരുന്ന സമയത്ത് ഒറ്റ മൂവ്മെന്റിൽ. അപ്പൊ ഈ ഫോൾഡ് കുറയുന്ന സമയത്താണ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ആയി പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി ഈ ഫോൾഡ് മാക്സിമം ആക്കിയാൽ മാത്രം നമുക്ക് ലെഗ് ഇതിന്റെ ഉള്ളിൽ കൂടി പോരുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഇടക്ക് ടച്ച് ആയിട്ട് സ്റ്റോപ്പ് ആയി പോകും. ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ബാക്ക് പോവുക. ബാക്ക് ഇവിടെ വന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടുന്ന് കിക്കപ്പായിട്ട് അപ്പ് ചെയ്ത് വരിക. അപ്പൊ ഇതാണ് രണ്ടാമത്തെ മൂവ്മെന്റ്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഇതിന്റെ എൻഡിൽ നിന്ന് നമുക്ക് മൂന്നാമത്തെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്കിനി മൂന്നാമത്തെ ഒരു മൂവ്മെന്റ് ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ മൂവ്മെന്റ് എൻഡ് ചെയ്തെടുത്തുന്ന മൂന്നാമത്തെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന് നമ്മള് രണ്ടാമത്തെ മൂവ്മെന്റ് എന്ത് ചെയ്തത്, കിക്കപ്പ് ഈ ഒരു പൊസിഷനിലാക്കാണ്. നമ്മൾ ഇവിടുന്ന് കിക്കപ്പ് അടിച്ച് ഈ ഒരു പൊസിഷനിലാണ് വന്നത്. ഇനി ഇവിടുന്ന് അടുത്ത മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലെഫ്റ്റ് ഓർ റൈറ്റോ ഓക്കെ
ലെഗ് എടുക്കുക, ജസ്റ്റ് ഈ കാലിലേക്ക് ബോഡി വെച്ച് കൊടുക്കുക, ഇതൊന്ന് ക്യാച്ച് ചെയ്യുക. ഈ കാലിന് ക്യാച്ച് ചെയ്ത് ഇതുപോലെ ഈ ഒരു പൊസിഷനിൽ വെക്കുക. ഇനി ചെയ്യേണ്ടത് ഈ ലെഗ് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ കൂടി നമ്മുടെ ഈ കൈ വിട്ടു പോവാതെ, ഇവിടെ ക്യാച്ച് വിട്ടു പോവാതെ ഇതിന്റെ മുകളിൽ കൂടി ഈ ലെഗ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് ജമ്പ് ചെയ്ത് നോക്കാം. ഈ ക്യാച്ച് ഇതുപോലെ തന്നെ വിട്ടു പോകാതെ. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കണ്ടാ, ഇതുപോലെ ഒന്ന് ജമ്പ് ചെയ്യുക. ഇപ്പുറത്ത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലെഗ് നമ്മൾ ക്യാച്ച് ചെയ്തേക്കണ്ടേ, ഈ കാലിന് വിടാതെ, ഈ കൈ വിടാതെ അതിന് മുന്നിലേക്ക് ഒരു റോളാണ് ചെയ്യുന്നത്. അപ്പൊ റോൾ ചെയ്യുന്ന സമയത്ത് ഒരു വിത്തൗട്ട് ഹാൻഡ് ആണ് റോള്, കാരണം നമ്മളെ കൈ ഇതിലേക്ക് ക്യാച്ച് ചെയ്തേക്കണേ. അപ്പൊ റോൾ ചെയ്യുന്ന സമയത്ത് ബോഡി പതിയെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത് താഴേക്ക് വരുന്ന സമയത്ത് ക്യാച്ച് വിടാതെ തന്നെ ഇതുപോലെ ഒന്ന് മുന്നിലേക്കൊന്ന് റോൾ ചെയ്ത് വരുന്നു. അപ്പൊ ഈ ഒരു മൂവ്മെന്റ് ആണ് മൂന്നാമത്തേത്. അപ്പൊ നമുക്കിത് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പൊ കിക്കപ്പ് കഴിഞ്ഞ് ഈ ഒരു പൊസിഷനിലേക്ക് വന്നു. ഇനി വരുന്ന നെക്സ്റ്റ് മൂവ്മെന്റിൽ ലെഗ് ഇതുപോലെ ഒന്ന് റൈസ് ചെയ്തിട്ട് ക്യാച്ച് ചെയ്യുന്നു. ഇനി ഇതിന്റെ ഉള്ളിൽ കൂടി ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്യുന്നു. ഈ ഒരു മൂവ്മെന്റ് ജമ്പിങ് വരുന്നതിനോടൊപ്പം തന്നെ, ഈ ജമ്പിങ് വരുന്നതിനോടൊപ്പം തന്നെ ബോഡി സ്ട്രൈറ്റ് ആക്കണ്ട, പക്ഷെ ഈ ജമ്പിങ് ഫോൾഡിൽ തന്നെ വരും. ഈ മൂവ്മെന്റ് തന്നെ ഇവിടുന്ന് ക്യാച്ച് വിടാതെ ബോഡി ഫുൾ ആയിട്ടൊന്ന് ഡൗൺ ചെയ്യുന്നു. ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് പോരുന്നു. ഈ ഒരു മൂവ്മെന്റ് ആണ് മൂന്നാമതായിട്ട് ചെയ്യുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിയാണ് കരുതുന്നത്. നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെയാണ് മറ്റൊരു വീഡിയോ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.